സംസ്ഥാന തലത്തിൽ അഴിമതി കേസുകൾ പരിശോധിക്കുന്നതിന് രൂപം നൽകിയ സ്ഥാപനം. ഓപ്ഷൻ എ ലോകായുക്ത, ബി ലോക്പാൽ, സി അഴിമതി വിരുദ്ധ സ്ക്വാഡ്, ഡി ഇവയൊന്നും അല്ല. അപ്പോൾ സംസ്ഥാന തലത്തിൽ അഴിമതി കേസുകൾ പരിശോധിക്കുന്നതിന് രൂപം നൽകിയ സ്ഥാപനം ഏതെന്ന് ചോദിച്ചാൽ ഉത്തരം എ ലോകായുക്തയാണ്. ലോകായുക്ത. സംസ്ഥാന തലത്തിൽ അഴിമതി കേസുകൾ പരിശോധിക്കുന്നതിന് രൂപം നൽകിയ സ്ഥാപനം ലോകായുക്തയാണ്. കേരള ലോകായുക്തയുടെ ആസ്ഥാനം തിരുവനന്തപുരം. കേരള ലോകായുക്തയുടെ ആസ്ഥാനം തിരുവനന്തപുരം. ലോകായുക്തയെ നിയമിക്കുന്നത് ഗവർണറാണ്. ലോകായുക്തയെ നിയമിക്കുന്നത് ഗവർണർ. ലോകായുക്തയും ഉപലോകായുക്തയും രാജിക്കത്ത് സമർപ്പിക്കേണ്ടത് ആർക്കാണ്? ഗവർണർ. ലോകായുക്തയും ഉപലോകായുക്തയും രാജിക്കത്ത് സമർപ്പിക്കേണ്ടത് ആർക്കാണ്? ഗവർണർ. നിലവിലെ കേരള ലോകായുക്ത എൻ അനിൽകുമാറാണ്. നിലവിലെ കേരള ലോകായുക്ത എൻ അനിൽകുമാറാണ്. സംസ്ഥാന തലത്തിൽ അഴിമതി കേസുകൾ പരിശോധിക്കുന്നതിന് രൂപം നൽകിയ സ്ഥാപനം എ ലോകായുക്തയാണ്. കേരള ലോകായുക്തയുടെ ആസ്ഥാനം തിരുവനന്തപുരം. ലോകായുക്തയെ നിയമിക്കുന്നത് ഗവർണർ. ലോകായുക്തയെയും ഉപലോകായുക്തയും രാജിക്കത്ത് സമർപ്പിക്കേണ്ടത് ആർക്കാണ്? ഗവർണർ. നിലവിലെ കേരള ലോകായുക്ത എൻ അനിൽകുമാറാണ്. ഒരു വ്യക്തിക്ക് ഒരു കാരണവശാലും നിഷേധിക്കാൻ പാടില്ലാത്ത അവകാശം. എ മൗലികാവകാശം, ബി വിനോദത്തിനുള്ള അവകാശം, സി സംഘം ചേരുന്നതിനുള്ള അവകാശം, ഡി സ്വത്ത് ആർജിക്കുന്നതിനുള്ള അവകാശം. ഒരു വ്യക്തിക്ക് ഒരു കാരണവശാലും നിഷേധിക്കാൻ പാടില്ലാത്ത അവകാശം. ഉത്തരം എ മൗലിക അവകാശമാണ്. ഒരു വ്യക്തിക്ക് ഒരു കാരണവശാലും നിഷേധിക്കാൻ പാടില്ലാത്ത അവകാശം മൗലിക അവകാശമാണ്. ഇന്ത്യയുടെ മാഗ്ന കാർട്ട എന്ന് അറിയപ്പെടുന്നത് മൗലിക അവകാശമാണ്. ഇന്ത്യയുടെ മാഗ്ന കാർട്ട എന്നറിയപ്പെടുന്നത് മൗലിക അവകാശമാണ്. സ്വാതന്ത്ര്യത്തിൻ്റെ വിളക്കുകൾ എന്നറിയപ്പെടുന്നത് മൗലിക അവകാശങ്ങളാണ്. സ്വാതന്ത്ര്യത്തിൻ്റെ വിളക്കുകൾ എന്ന് അറിയപ്പെടുന്നത് മൗലിക അവകാശങ്ങൾ. മൗലിക അവകാശങ്ങളുടെ ശില്പി എന്നറിയപ്പെടുന്നത് സർദാർ വല്ലഭായ് പട്ടേലാണ്. മൗലിക അവകാശങ്ങളുടെ ശില്പി എന്ന് അറിയപ്പെടുന്നത് സർദാർ വല്ലഭായ് പട്ടേലാണ്. സർക്കാർ പോലും ലംഘിക്കാൻ പാടില്ലെന്ന് ഭരണഘടന നിർദ്ദേശിക്കുന്ന അവകാശമാണ് മൗലിക അവകാശങ്ങൾ. സർക്കാർ പോലും ലംഘിക്കാൻ പാടില്ല എന്ന് ഭരണഘടന നിർദ്ദേശിക്കുന്ന അവകാശമാണ് മൗലിക അവകാശങ്ങൾ. അമേരിക്കൻ ഭരണഘടനയിൽ നിന്നാണ് ഇന്ത്യൻ ഭരണഘടന മൗലിക അവകാശം എന്ന ആശയം കടമെടുത്തത്. അമേരിക്കൻ ഭരണഘടനയിൽ നിന്നാണ് ഇന്ത്യൻ ഭരണഘടന മൗലിക അവകാശം എന്ന ആശയം കടം കൊണ്ടത്. ഇന്ത്യൻ ഭരണഘടനയുടെ 3-ാം ഭാഗത്ത് 12 മുതൽ 35 വരെയുള്ള അനുച്ഛേദങ്ങളിലാണ് മൗലിക അവകാശങ്ങളെക്കുറിച്ച് പ്രതിപാദിക്കുന്നത്. ഇന്ത്യൻ ഭരണഘടനയുടെ 3-ാം ഭാഗത്ത് 12 മുതൽ 35 വരെയുള്ള അനുച്ഛേദത്തിലാണ് മൗലിക അവകാശങ്ങളെക്കുറിച്ച് പ്രതിപാദിക്കുന്നത്. ഇന്ത്യൻ ഭരണഘടന നിലവിൽ വരുന്ന സമയത്ത് 7 മൗലിക അവകാശങ്ങൾ ഉണ്ടായിരുന്നു. 1978 44-ാം ഭേദഗതിയിലൂടെ സ്വത്തവകാശത്തെ മൗലിക അവകാശങ്ങളുടെ പട്ടികയിൽ നിന്നും നീക്കം ചെയ്തു. ഇന്ത്യൻ ഭരണഘടന നിലവിൽ വരുന്ന സമയത്ത് 7 മൗലിക അവകാശങ്ങൾ ഉണ്ടായിരുന്നു. 1978 44-ാം ഭേദഗതിയിലൂടെ സ്വത്തവകാശത്തെ മൗലിക അവകാശങ്ങളുടെ പട്ടികയിൽ നിന്നും നീക്കം ചെയ്തു. മൗലിക അവകാശങ്ങൾ അംഗീകരിച്ച കോൺഗ്രസ് സമ്മേളനം 1931 കറാച്ചി സമ്മേളനമാണ്. മൗലിക അവകാശങ്ങൾ അംഗീകരിച്ച കോൺഗ്രസ് സമ്മേളനം 1931 കറാച്ചി സമ്മേളനമാണ്. ഭരണഘടനയുടെ മനസാക്ഷി എന്നറിയപ്പെടുന്ന അനുച്ഛേദം 19 ഭരണഘടനയുടെ മനസാക്ഷി എന്നറിയപ്പെടുന്ന അനുച്ഛേദം 19
ഒരു വ്യക്തിക്ക് ഒരു കാരണവശാലും നിഷേധിക്കാൻ പാടില്ലാത്ത അവകാശം ഏതാണെന്ന് ചോദിച്ചാൽ മൗലിക അവകാശമാണ്. ഇന്ത്യയുടെ മാഗ്ന കാർട്ട എന്നറിയപ്പെടുന്നത് മൗലിക അവകാശം. സ്വാതന്ത്ര്യത്തിൻ്റെ വിളക്കുകൾ എന്നറിയപ്പെടുന്നത് മൗലിക അവകാശങ്ങളാണ്. മൗലിക അവകാശങ്ങളുടെ ശില്പി എന്നറിയപ്പെടുന്നത് സർദാർ വല്ലഭായ് പട്ടേലാണ്. സർക്കാർ പോലും ലംഘിക്കാൻ പാടില്ലെന്ന് ഭരണഘടന നിർദ്ദേശിക്കുന്ന അവകാശമാണ് മൗലിക അവകാശങ്ങൾ. സർക്കാർ പോലും നിർദ്ദേശിക്കാൻ പാടില്ലെന്ന് ഭരണഘടന നിർദ്ദേശിക്കുന്ന അവകാശമാണ് മൗലിക അവകാശം. അമേരിക്കൻ ഭരണഘടനയിൽ നിന്നാണ് ഇന്ത്യൻ ഭരണഘടന മൗലിക അവകാശങ്ങൾ എന്ന ആശയം കടം കൊണ്ടത്. ഇന്ത്യൻ ഭരണഘടനയുടെ 3-ാം ഭാഗത്ത് 12 മുതൽ 35 വരെയുള്ള അനുച്ഛേദങ്ങളിലാണ് മൗലിക അവകാശത്തെക്കുറിച്ച് പ്രതിപാദിക്കുന്നത്. ഇന്ത്യൻ ഭരണഘടനയുടെ 3-ാം ഭാഗത്ത് 12 മുതൽ 35 വരെയുള്ള അനുച്ഛേദങ്ങളിലാണ് മൗലിക അവകാശങ്ങളെക്കുറിച്ച് പ്രതിപാദിക്കുന്നത്. ഇന്ത്യൻ ഭരണഘടന നിലവിൽ വരുന്ന സമയത്ത് 7 മൗലിക അവകാശങ്ങൾ ഉണ്ടായിരുന്നു. 1978 44-ാം ഭേദഗതിയിലൂടെ സ്വത്തവകാശത്തെ മൗലിക അവകാശങ്ങളുടെ പട്ടികയിൽ നിന്നും നീക്കം ചെയ്തു. മൗലിക അവകാശങ്ങൾ അംഗീകരിച്ച കോൺഗ്രസ് സമ്മേളനം 1931 കറാച്ചി സമ്മേളനത്തിലാണ്. ഭരണഘടനയുടെ മനസാക്ഷി എന്നറിയപ്പെടുന്ന അനുച്ഛേദം 19.